39 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്നാലും നമ്മൾ 39 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. റിവിഷനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ സെക്ഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതേ പോർഷൻ തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്നോട് എക്സ്ക്യൂസ് പറയുന്ന പോലെ ഞാൻ തിരിച്ചങ്ങോട്ടൊരു എക്സ്ക്യൂസ് പറയുകയാണ്. അപ്പോൾ എനിക്കിപ്പം മമ്മിക്ക് കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് കൊച്ചിനെ നോക്കാനൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് സുഖമില്ലാതെ ചേച്ചി കുറച്ച് ദിവസത്തേക്ക് ലീവാണ്, 2 ആഴ്ചത്തേക്ക്. അപ്പോൾ അടുത്ത 2 ആഴ്ചത്തെ ക്ലാസ്സിൻ്റെ ടൈമിങ് ഈ പറഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ പോലെ ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 3:30 എന്നൊക്കെ പറയുന്നത്. അത് കൊച്ചുറങ്ങുന്ന സമയം നോക്കി നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ അവനോട് ഇന്ന സമയത്ത് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന സമയത്ത് ഉറങ്ങില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളും ഒന്ന് സഹകരിക്കണം. കാരണം വേറെ നിവർത്തിയൊന്നുമില്ല. കൊച്ചുറങ്ങുന്ന സമയവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ക്ലാസ് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും പരമാവധി സഹകരിക്കുക. പറ്റുന്ന പോലെ ഞാൻ കൃത്യസമയത്ത് തന്നെ ക്ലാസ് പറയുന്ന സമയത്ത്, കൃത്യസമയം എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ ഇട്ടിരിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിക്കോണമെന്നില്ല. ഞാൻ മുൻകൂട്ടി അറിയിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന പോലെ ശ്രമിക്കും. പക്ഷേ ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ അത് ഞാൻ ആദ്യം പറയുകയാണ്. അപ്പോൾ അടുത്ത ഒരു 1-2 ആഴ്ചത്തേക്ക് ഈ രീതിയിലായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പരമാവധി സഹകരിച്ച് കൃത്യസമയത്ത് പറയുന്ന സമയത്ത് ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. പരമാവധി ഞാൻ തലേന്ന് പറയുന്ന സമയം. ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങൾ 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ റെഡി ആയിരിക്കണം. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നലെ ഞാൻ അതിൻ്റെ പരീക്ഷ പറഞ്ഞായിരുന്നു. മിനിങ്ങാന്ന് ഞാൻ ക്ലാസ് എടുത്തത്. മിനിങ്ങാന്ന് അന്ന് ആണ് പെട്ടെന്ന് ചേച്ചിക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നത്. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു തീർത്തിട്ട് പോവുകയാണ് ചെയ്തത്. എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ല, അരമണിക്കൂർ കൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാം. അപ്പോൾ ഞാൻ അതിൻ്റെ ആ സെക്ഷനിൽ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫോക്കസ് ഏരിയ പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്പർ കൺവേർഷൻ ഡെസിമൽ ടു നോൺ ഡെസിമൽ ആൻഡ് റിവേഴ്സ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡെസിമൽ ടു നോൺ ഡെസിമൽ എന്ന് പറയുന്നത് ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. അത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്, റിവേഴ്സ്. അതായത് ഒക്ടൽ നമ്പറിനെ, ബൈനറി നമ്പറിനെ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പറിനെ തിരിച്ച് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഷോർട്ട് കട്ട് മെത്തേഡ് എന്നും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ബാക്കിയുള്ള എല്ലാ കൺവേർഷൻസും പെടും. അപ്പോൾ ബാക്കി ഏതാണ്? ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഒക്ടൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ, അങ്ങനെ വരുന്ന ബാക്കി മുഴുവൻ കൺവേർഷൻസും ഈ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൺവേർഷൻസിൽ ഒന്നും ഒഴിവാക്കാനില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു കോമൺ ഡിസ്കഷൻ വന്ന സമയത്ത് ആ ഡിസ്കഷനിൽ മെയിനായിട്ടും വന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെസിമൽ ടു ബൈനറി കൺവേർഷനും ബൈനറി ടു ഡെസിമൽ കൺവേർഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ബാക്കി എല്ലാത്തിൻ്റെയും മെത്തേഡ്സ് എളുപ്പമാണ്. നിങ്ങളൊരു ടേബിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബാക്കി കൺവേർഷൻസ് ഒക്കെ നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതും നോക്കി വെക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സെക്ഷനും കൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺവേർഷൻ്റെ അകത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ കൺവേർഷൻ മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാതെ ഉള്ളൂ. ബാക്കിയെല്ലാം ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലരും വിളിച്ചിട്ട് അത് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലല്ലോ, അതിൻ്റെ മറ്റേ ഭാഗം ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, സെക്കൻഡ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയവരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. അവർക്ക് 160, 120 മാർക്കിനുള്ള പരീക്ഷയാണ് അവർക്ക് നടന്നത്. നിങ്ങൾക്ക് എത്ര മാർക്കിനുള്ള പരീക്ഷയാണ്? ഇപ്പം ഡബിളിനുള്ള ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പകുതി എഴുതിയാൽ മതി. എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ അത്രയും ചോയ്സസ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനി സെക്കൻഡ് ഇയേഴ്സിന് ചോയ്സസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഏകദേശം 60% ഫോക്കസ് ഏരിയയിൽ നിന്ന് 40% ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഐഡിയൽ ആയിട്ടുള്ള കാര്യം. ഐഡിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പഠിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെ നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
ബാക്കി കാരണം എന്താണ്, ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഈ തന്നിരിക്കുന്ന അത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള സെക്ഷൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഷോർട്ട് കട്ട് നൊട്ടേഷൻസ് ഷോർട്ട് കട്ട് മെത്തേഡ്സ്, നമ്പർ കൺവേർഷനിലെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. ബാക്കി എല്ലാ കൺവേർഷൻസും ഈ ഷോർട്ട് കട്ട് മെത്തേഡിൽ വരുന്നതാണ്. അതായത് ബൈനറി ടു ഒക്ടൽ ടു ഹെക്സാ. ബാക്കി കൺവേർഷൻസ് എന്ന് പറയുന്നത് ഒക്ടൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സാഡെസിമൽ, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. ഇങ്ങനെ 6 കൺവേർഷൻസ് ആണ് ബാക്കിയുള്ളത്. ഈ 6 എണ്ണത്തിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഷോർട്ട് കട്ട് മെത്തേഡ്. ആ മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സ് അതും ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ആ സെറ്റ് ഓഫ് കൺവേർഷൻസും കൂടെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സാമിന് പറഞ്ഞിരുന്നത്, ഇന്നലെ വൈകുന്നേരം നടത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്ന പരീക്ഷയിൽ ഞാൻ പറഞ്ഞിരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? നോൺ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡെസിമൽ ടു ബൈനറി കൺവേർഷനും ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനും ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനും ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം. പറയുന്ന ക്ലിയർ ആവുന്നില്ലെങ്കിലോ സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിലോ കൺവേർഷൻ മനസ്സിലാവുന്നില്ലെങ്കിലോ നിങ്ങൾ പറയണം. അപ്പൊ ഇവിടെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ചെയ്യുന്നു. അതിനുശേഷം റിമൈൻഡേഴ്സിനെ നോട്ട് ചെയ്യുന്നു. ഈ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നതാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ റിമൈൻഡേഴ്സിനെ നോട്ട് ചെയ്തെടുക്കുന്നു. ഈ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതി ടു ദ ബേസ് 8 എന്ന് എഴുതുന്നതാണ് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ തന്നിരിക്കുന്ന നമ്പറിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുന്നു, അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു. ഇനി റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുമ്പോൾ അത് 10ൽ കൂടുതലാണെങ്കിൽ 10ന് എ എന്നും 11ന് ബി എന്നും 15ന് ഇ എഫ് എന്നുള്ള രീതിയിൽ ആൽഫബറ്റ്സ് കൊടുത്ത് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രീതിയിൽ എഴുതുന്നതാണ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കൺവേർഷൻസ് ആണ്. തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കൺവേർഷൻ എന്ന് പറയുന്നത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ഇതിന്റെ എല്ലാത്തിന്റെയും നേരെ തിരിച്ചുള്ള കൺവേർഷൻ ആണ്. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. ഈ 3 കൺവേർഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കൺവേർഷൻ ആണ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ഓരോ എക്സാമ്പിൾ ചെയ്ത് നമ്മൾക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ എനിക്കൊരു തൃപ്തി വരാറ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും എനിക്ക് അതൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ 11011 ടു ദ ബേസ് 2 ഒരു ബൈനറി നമ്പർ. ബൈനറി നമ്പർ ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ഒരു നമ്പർ വാലിഡ് ആയിട്ടുള്ള ബൈനറി നമ്പർ ആണ് എന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, അതിന്റെ ബേസ് 2 ആയിരിക്കണം, ബേസ് 2 ആയിരിക്കണം. രണ്ടാമതായിട്ട് അതിൻ്റെ അകത്ത് 2 സിമ്പിൾസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന് 0 എന്ന് പറയുന്ന സിമ്പിളും രണ്ടാമത്തേത് 1 എന്ന് പറയുന്ന സിമ്പിളും. ഈ 2 സിമ്പിൾസ് മാത്രമേ ബൈനറി നമ്പറിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു നമ്പറിനെ മാത്രമേ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുള്ളൂ. ഇനി ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ പൊസിഷണൽ വാല്യൂസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് പൊസിഷണൽ വാല്യൂസ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതാണ് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. റൈറ്റ് മോസ്റ്റ്, ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ നമ്പറിന്റെ അകത്തെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. അപ്പൊ നമ്മള് പൊസിഷണൽ വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിന് മുതലാണ് നമ്മൾ പൊസിഷൻസ് കൊടുക്കേണ്ടത്. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിന്റെ പൊസിഷണൽ വാല്യൂ 0 ആണ്.
ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിന്റെ പൊസിഷണൽ വാല്യൂ എപ്പോഴും 0 ആണ്. തൊട്ടടുത്തതിന്റെ പൊസിഷണൽ വാല്യൂ 1, തൊട്ടടുത്തതിന്റെ പൊസിഷണൽ വാല്യൂ 2, തൊട്ടടുത്തതിന്റെ 3, തൊട്ടടുത്തതിന്റെ 4. ഈ രീതിയിൽ നമ്മൾ പൊസിഷണൽ വാല്യൂസ് അസൈൻ ചെയ്യുന്നു. പൊസിഷണൽ വാല്യൂസ് അസൈൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഓരോ പൊസിഷനിലും വരുന്ന നമ്പർ ഏതാണോ, ഓരോ പൊസിഷനിലും വരുന്ന വാല്യൂ ഏതാണോ, വാല്യൂ ഇൻറ്റു ബേസ് റേസ് ടു പൊസിഷണൽ വാല്യൂ. അപ്പൊ ഇതിന്റെ ബേസ് എത്രയാണ്? 2 ആണ്. 2 റേസ് ടു ഇതിന്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. 2 റേസ് ടു 4 പ്ലസ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അടുത്ത ഡിജിറ്റ് എടുക്കുന്നു. അടുത്ത ഡിജിറ്റ് ഇൻറ്റു 2 റേസ് ടു അതിന്റെ പൊസിഷൻ. അടുത്ത ഡിജിറ്റ് ഏതാണ്? 1 ഇൻറ്റു അതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. 2 റേസ് ടു അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3. 2 റേസ് ടു 3 പ്ലസ് അടുത്ത ഡിജിറ്റ് നമ്മൾ എടുക്കുകയാണ്. അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 0 ആണ്. അടുത്ത ഡിജിറ്റ് 0. അടുത്ത ഡിജിറ്റ് 0 ആണ്. 0 ഇൻറ്റു 2 റേസ് ടു ബേസ് 2 ആണ്. 2 റേസ് ടു അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. 2 റേസ് ടു 2 പ്ലസ് അടുത്ത ഡിജിറ്റ് വീണ്ടും 1 ആണ്. 1 ഇൻറ്റു ബേസ് 2 ആണ്. 2 റേസ് ടു പൊസിഷൻ ഏതാണ്? 1 പ്ലസ് അടുത്ത ഡിജിറ്റ് 1 ആണ്. 1 ഇൻറ്റു 2 റേസ് ടു 0 പൊസിഷൻ 0. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ഡെസിമൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. അപ്പൊ 2 റേസ് ടു 4 എന്ന് പറയുന്നത് 16 ആണ്. 1 ഇൻറ്റു 16 ഇസ് ഈക്വൽ ടു 16 പ്ലസ് 2 റേസ് ടു 3 എന്ന് പറയുന്നത് 8 ആണ്. 1 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 8 പ്ലസ് 2 റേസ് ടു 2 എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ 0 ഇൻറ്റു 4 ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് 0 ആവും. അപ്പൊ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അടുത്തത് 1 ഇൻറ്റു 2 റേസ് ടു 1. 2 റേസ് ടു 1 2 ആണ്. 1 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1. ഇനി ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 16 24 2 26 27 കിട്ടും. ഈ 27 ടു ദ ബേസ് 10. ഇതാണ് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ ഡെസിമൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഏതിനെ? ബൈനറി ടു ഡെസിമൽ കൺവേർഷന്റെ മെത്തേഡ്. ഇനി സെക്കൻഡ് കൺവേർഷൻ ആണ് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അകത്തെ പൊസിഷണൽ വാല്യൂന് വ്യത്യാസം വരും. സോറി പൊസിഷണൽ വാല്യൂ അല്ല, ബേസിന് വ്യത്യാസം വരുന്നതുകൊണ്ട് ആ പവർ കൊടുക്കുന്നതിനും വ്യത്യാസം വരും. നമ്മൾ ബൈനറി നമ്പർ ആയിരുന്ന സമയത്ത് 2 ടു ദ പവർ എന്നാണ് നമ്മൾ കൊടുത്തത്. മോട്ടോർ ഓഫ് ആക്കാൻ മോട്ടോർ ഓഫ് ആക്കട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ ബൈനറി നമ്പർ ആയിരുന്ന സമയത്ത് നമ്മൾ 2 ടു ദ പവർ എന്നാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ ഒക്ടൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒക്ടൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒക്ടൽ നമ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് ഒക്ടൽ നമ്പറിന്റെ ബേസ്. അപ്പൊ 8 റേസ് ടു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? 8 റേസ് ടു പൊസിഷണൽ വാല്യൂ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. 8 ടു ദ പവർ ഓഫ് പൊസിഷണൽ വാല്യൂ. അപ്പൊ നമ്മളൊരു ഒക്ടൽ നമ്പർ കൺസിഡർ ചെയ്യുക. 71 എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ എക്സാമ്പിൾ 71 ആയിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. 63. വലിയ നമ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 8 ടു ദ പവർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ഡിജിറ്റ് നമ്പർ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 63 എടുക്കുകയാണെങ്കിൽ 63 ടു ദ ബേസ് 8. ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ഒക്ടൽ നമ്പർ ആണ്. ഒക്ടൽ നമ്പർ വാലിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് അതിന്റെ ബേസ് 8 ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഈ നമ്പറിന്റെ അകത്ത് 7 വരെയുള്ള 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ 63 ടു ദ ബേസ് 8 എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഒക്ടൽ നമ്പർ ആണ്. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് മുതൽ പൊസിഷൻസ് അസൈൻ ചെയ്യാണ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിന്റെ പൊസിഷൻ 0, തൊട്ടടുത്തതിന്റെ പൊസിഷൻ 1. നേരത്തെ അതേ ഫോർമാറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതേ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ഇൻറ്റു 8 അല്ലെ? ബേസ് ആണ് എഴുതേണ്ടത്. ബേസ് റേസ് ടു 1. ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പുറത്ത് ഒരു ഡിജിറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 763 എന്നായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വന്നേനെ? 7 ഇൻറ്റു 8 റേസ് ടു 2 പ്ലസ് 763 ആയിരുന്നെങ്കിൽ 3ക്ക് 0, 6ന് 1, 7ന് 2 കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. 7 ഇൻറ്റു 8 റേസ് ടു ഇവിടുത്തെ എന്താണ് പവർ? പൊസിഷൻ 2 പ്ലസ് 6 ഇൻറ്റു 8 റേസ് ടു 1 പ്ലസ് ഡിജിറ്റ് ഏതാണ്? 3 ഇൻറ്റു 8 റേസ് ടു 0. അപ്പൊ 7 ഇൻറ്റു 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. 7 ഇൻറ്റു 64 പ്ലസ് 6 8 റേസ് ടു 1 എന്ന് പറയുന്നത് 8 ആണ്. 6 ഇൻറ്റു 8 പ്ലസ് 3 ഇൻറ്റു 8 റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു നമ്പറിനെയും റേസ് ടു 0, 2 റേസ് ടു 0 ഇസ് ഈക്വൽ ടു 1, 8 റേസ് ടു 0 ഇസ് ഈക്വൽ ടു 1, 16 റേസ് ടു 0 ഇസ് ഈക്വൽ ടു 1. ഏതൊരു നമ്പറിനെ റേസ് ടു 0 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക ആൻസർ.
അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ നമ്പറാണ്, എൻ്റെ അടുത്ത് കാൽക്കുലേറ്റർ ഒന്നുമില്ല. നിങ്ങൾക്ക് എക്സാം ഹോളിൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകാം കേട്ടോ. കുറച്ച് പേര് എന്നോട് സംശയം ചോദിച്ചായിരുന്നു. എല്ലാവരോടും എനിക്ക് തിരിച്ച് പറയാൻ സമയം കിട്ടിയില്ല. എക്സാം ഹോളിലെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ടു ദ ബേസ് 10 കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഈ 763 ടു ദ ബേസ് 8 എന്ന് പറയുന്നതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പറിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വാലന്റ് ഡെസിമൽ എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്തിനേയും കൺവേർട്ട് ചെയ്യാം. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ നമുക്ക് ചെയ്യാം. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് 8ന് പകരം അല്ലെങ്കിൽ 2ന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹെക്സാഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. നമ്മൾ 16ന്റെ പവർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദറ്റ് ഈസ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. അപ്പൊ നമ്മൾ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ കൺസിഡർ ചെയ്യാണ്. FD3 to the base 16. FD3 to the base 16 എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അതായത് 0 മുതൽ 9 വരെയും A മുതൽ F വരെയും ഉള്ള സിമ്പിൾസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ആണ് ഹെക്സാഡെസിമൽ നമ്പർ. അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന്റെ ബേസ് 16 ആയിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഇനി ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നേരത്തെ പോലെ തന്നെ നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് മുതൽ പൊസിഷണൽ വാല്യൂസ് അസൈൻ ചെയ്യാം. 3യുടെ പൊസിഷൻ 0, ഡിയുടെ പൊസിഷൻ 1, എഫിന്റെ പൊസിഷൻ 2. എന്നിട്ട് നമ്മൾ F ഇൻറ്റു ബേസ് ആണ് എടുക്കേണ്ടത്. ബേസ് എത്രയാണ്? 16 റേസ് ടു പൊസിഷൻ എത്രയാണ്? 2 പ്ലസ് ഡി ഇൻറ്റു ബേസ് എത്രയാണ്? 16 റേസ് ടു 1 പ്ലസ് 3 ഇൻറ്റു ബേസ് 16 റേസ് ടു 0. ഇനി എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. F is equal to 15 into 16 square. 16 square എന്ന് പറയുന്നത് 16 into 60 256 ആണ്. 15 into 256 പ്ലസ് D എന്ന് പറയുന്നത് 13 ആണ്, 13 ആണ്. D into 16 raised to 1 എന്ന് പറയുന്നത് 16 തന്നെയാണ് പ്ലസ് 3 into 16 raised to 0 is equal to 1. ഏതൊരു നമ്പറിനെ raised to 0 ചെയ്യുകയാണെങ്കിൽ 1 ആണ് കിട്ടുക. 3 into 1. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് ഈ തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ ഇക്വാലന്റ്. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ചെയ്ത് നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആ കിട്ടുന്നതാണ് ഡെസിമൽ ഇക്വാലന്റ് ഓഫ് ദ ഗിവൺ ഹെക്സാഡെസിമൽ നമ്പർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 കൺവേർഷൻസും എളുപ്പമാണ്. ഡെസിമലിലേക്ക് ബൈനറിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പൊസിഷണൽ വാല്യൂസ് കൊടുക്കുന്നു. ഓരോ ഡിജിറ്റും ഇൻറ്റു 2 റേസ് ടു പൊസിഷണൽ വാല്യൂ കൊടുക്കുന്നു. ഒക്ടൽ ആണെങ്കിൽ പൊസിഷണൽ വാല്യൂസ് കൊടുക്കുന്നു, ഓരോ ഡിജിറ്റ് ആയിട്ട് എടുക്കുന്നു. ഓരോ ഡിജിറ്റ് ഇൻറ്റു 8 റേസ് ടു അതിന്റെ പൊസിഷണൽ വാല്യൂ. അങ്ങനെ എല്ലാ ഡിജിറ്റ്സിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഏത് മെത്തേഡ്? എല്ലാ നോൺ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷന്റെ മെത്തേഡ്. നോൺ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ, അതായത് ബേസിന്റെ പൊസിഷണൽ പവർ വെച്ചിട്ട് നമ്പറിന്റെ ഓരോ ഡിജിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നോൺ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ മെത്തേഡ്. ഇത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കേട്ട് ബോറടിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇനി അടുത്ത സെറ്റ് ഓഫ് കൺവേർഷൻസ് ആണ്. കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലായി, കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഓക്കെ, അപ്പം അടുത്തതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ്സ്. ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഇനി ബാക്കിയുള്ള എല്ലാ കൺവേർഷൻസിനെയും കൂട്ടി കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇനി 6 കൺവേർഷൻസ് ആണ് ബാക്കിയുള്ളത്. ബൈനറി ടു ഒക്ടൽ, ഒക്ടൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. ഈ 6 കൺവേർഷൻസിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഈ കൺവേർഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പൊ ഈ ഷോർട്ട് കട്ട് മെത്തേഡിന്റെ പ്രത്യേകത ഇതാണ്. ഷോർട്ട് കട്ട് കുറുക്ക് വഴി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്ക് വഴി, നേരിട്ടുള്ള വഴി കൂടെ പോകുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതിനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിളിക്കാനുള്ള കാരണം, നമ്മൾ ഒരു ടേബിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ കൺവേർഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ടേബിൾ എന്ന് പറയുന്നത് ആദ്യം ഒക്ടൽ ബൈനറി ടേബിൾ നമ്മൾ പഠിക്കണം. ഒക്ടൽ ബൈനറി ടേബിൾ. ഒക്ടൽ ബൈനറി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒക്ടൽ ഡിജിറ്റ്സിന്റെയും 3 ബിറ്റ് ബൈനറി ഇക്വാലന്റുകളുടെ ഒരു ബോക്സിനെയാണ്, ഒരു ടേബിളിനെയാണ് നമ്മൾ ഒക്ടൽ ബൈനറി കൺവേർഷൻ ടേബിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതായത് ഓരോ ഒക്ടൽ ഡിജിറ്റ്സും എടുക്കുന്നു. ഒക്ടൽ ഡിജിറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 8 ഒക്ടൽ ഡിജിറ്റ്സ് ആണുള്ളത്. 0 1 2 3 4 5 6 7 ഇങ്ങനെ 8 എണ്ണം. 0 മുതൽ 7 വരെയുള്ള 8 ഒക്ടൽ ഡിജിറ്റ്സ് ആണ് ഉള്ളത്.
ഈ ഓരോ ഒക്ടൽ ഡിജിറ്റിന്റെയും 3 ബിറ്റ് ബൈനറി ഇക്വാലന്റ് ആണ് എടുക്കേണ്ടത്. 0 എന്ന് പറയുന്നത് നോക്കുക, 0 എന്ന് പറയുന്നത് 0 ആണ്, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. അതിന്റെ 3 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 0 ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ 3 ബിറ്റ് ആയി. 1 എന്ന് പറയുന്നത് ബൈനറി, ഒക്ടൽ ടു ബൈനറി ആണ് നമ്മൾ എടുക്കുന്നത്. 3 ബിറ്റ്, ഓരോ ഒക്ടൽ ഡിജിറ്റിന്റെ 3 ബിറ്റ് ബൈനറി ആണ് എടുക്കേണ്ടത്. 1 എന്ന് പറയുന്നത് ഒക്ടലിലും 1 ആണ്, ബൈനറിയിലും 1 ആണ്. അപ്പൊ ആ 1നെ 3 ബിറ്റ് ആക്കാൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 0 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി 2 എന്ന് പറയുന്നത് ഒക്ടലിൽ 2 ആണ്, പക്ഷെ ബൈനറിയിൽ ഒരിക്കലും 2 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡിവൈഡഡ് ബൈ, അല്ലെ, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ആണ് നമ്മുടെ മെത്തേഡ്. 2 ഡിവൈഡഡ് ബൈ 2, റിമൈൻഡർ 1, സോറി, ആൻസർ 1 കിട്ടും, റിമൈൻഡർ 0. ഇനി ഇതിനെ റിവേഴ്സ് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 0 to the base 2. അപ്പൊ 2 എന്ന് പറയുന്നത് ബൈനറിയിലെ 1 0 to the base 2 ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0. പക്ഷെ ഇത് നോക്കുക, ഇവിടെ 2 ബിറ്റേ ഉള്ളൂ. അതിന്റെ 3 ബിറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ തുടക്കത്തിലേക്ക് ഒരു 0യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് 3 ബിറ്റ് റെപ്രസെന്റേഷൻ ആയി. ഇനി അടുത്ത നമ്പറാണ് 3 എന്ന് പറയുന്ന നമ്പർ. ഇതിനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഡിവൈഡഡ് ബൈ 2, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ആണ് നമ്മുടെ മെത്തേഡ്. 3 ഡിവൈഡഡ് ബൈ 2 ചെയ്തു, ആൻസർ 1 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഉത്തരവും 1 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. ഇതിനെ നമ്മൾ റിവേഴ്സ് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ 1 1 to the base 2 എന്നാണ് കിട്ടുക. അപ്പൊ 3നെ 1 1 എന്ന് എഴുതി, അത് 2 ബിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിലേക്ക് ഒരു 0യും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതേപോലെ തന്നെ അടുത്ത 4നെ കൺവേർട്ട് ചെയ്യണം. 4നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഡിവൈഡഡ് ബൈ 2, അപ്പൊ 2 റിമൈൻഡർ 0. 4ൽ 2 പ്രാവശ്യം ഉണ്ട്, റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 1 റിമൈൻഡർ 0. ഇനി 1 കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 1 0 0 എന്ന് കിട്ടി. അത് ഓൾറെഡി 3 ബിറ്റ് ആണ്, അപ്പൊ അതിൻ്റെ അകത്തേക്ക് ഇനി 0 ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ 5നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 5 ഉത്തരം 2 റിമൈൻഡർ 1 1 0 1 എന്ന് കിട്ടും. 6നെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1 1 0 എന്ന് കിട്ടും. 7നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 1 1 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ഒക്ടൽ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറിനെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. ആദ്യം തന്നെ ഓരോ ഒക്ടലിന്റെയും 3 ബിറ്റ് ബൈനറി ഇക്വാലന്റ് നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. ഒന്നെങ്കിൽ കണ്ടുപിടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഇത് കാണാപ്പാടം പഠിച്ചു വെക്കുക. അതിനുശേഷം കൺവേർഷൻ എളുപ്പമാണ്. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ 6 7 1 4 5 to the base 8, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ഒക്ടൽ നമ്പർ ആണ്. ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈസ് ഈക്വൽ ടു ഡാഷ് ടു ദ ബേസ് 2. ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 3 ബിറ്റ് ബൈനറിനെ എടുത്തെഴുതുക എന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. വേറൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ആദ്യത്തെ നോക്കുക, ആദ്യത്തെ ഡിജിറ്റ് 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി എന്ന് പറയുന്നത് 110 110 എടുത്തെഴുതി. അടുത്തത് 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നോക്കുക, 111 എടുത്തെഴുതി. അടുത്തത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ 001 3 ബിറ്റ് ബൈനറി 001 അതെടുത്തെഴുതി. അടുത്ത ഡിജിറ്റ് 4ന്റെ താഴെ നോക്കുക 100 അതെടുത്തെഴുതി. 5ന്റെ താഴെ നോക്കുക 101 അതെടുത്തെഴുതി. ടു ദ ബേസ് 2, ദാറ്റ് ഈസ് the binary equivalent of the given octal number. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ അതിന്റെ താഴേക്ക് വരുന്നത് എന്താണോ അത് എടുത്തെടുത്ത് എഴുതി പോകുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതാണ് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. അപ്പോൾ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യം ഒരു ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ടേബിൾ തയ്യാറാക്കി വെക്കണം. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ടേബിൾ ഒന്നെങ്കിൽ കാണാപ്പാടം പഠിച്ചു പോയിട്ട് ഇതേപോലെ എഴുതി വെക്കണം, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുക. കൺവേർട്ട് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ നമ്പറായിട്ട് എടുക്കുന്നു, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ നമുക്ക് കിട്ടും. നമ്മൾ 96നെ എങ്ങനെയാണോ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തത്, കണ്ടിന്യൂസ് ഡിവിഷൻ ചെയ്ത് അതിന്റെ റിമൈൻഡേഴ്സ് നോട്ട് ചെയ്ത് പോയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ തന്നിരിക്കുന്ന ഏതൊരു നമ്പറിനെ, ഇപ്പോൾ 7 എന്ന് പറയുന്ന നമ്പറിനെ കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇതേ മെത്തേഡ്, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും, റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, റിമൈൻഡർ 1. ഇതിനെ റിവേഴ്സ് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ 111 to the base 2. അപ്പോൾ ഈ 111 ആണ് 7ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇക്വാലന്റ്. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ 2നെ കൺവേർട്ട് ചെയ്തത്. 2/2, 2ന് 2 എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം, റിമൈൻഡർ 0. 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലോ, 10 to the base 2. അത് 3 ബിറ്റ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ തുടക്കത്തിലേക്ക് ഒരു
സീറോയും കൂടെ ആഡ് ചെയ്തു. അത്രയും മാത്രമേ ഉള്ളൂ. സംശയം ഉണ്ടോ ചോദിക്കണേ, ആരോ അൺമ്യൂട്ട് ചെയ്തപോലെ തോന്നി. അപ്പോൾ ഒരു സീറോയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സാം ഹോളിൽ നിന്ന് ചെയ്ത് നോക്കി ഓരോ ടേബിളായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കാണാപ്പാടം പഠിച്ചു പോയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ കൺവേർട്ടിംഗ് ഡെസിമൽ നമ്പേഴ്സ് ടു ബൈനറി നമ്പേഴ്സ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ബൈനറി ടു ഒക്ടൽ. ഇപ്പൊ നമ്മൾ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ പഠിച്ചു. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണെങ്കിൽ 76 to the base 8 is equal to dash to the base 2 എന്നാണെങ്കിൽ 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3-bit ബൈനറി 111, 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 110 to the base 2 നേരെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന 110 11101 to the base 2 is equal to dash to the base 8. ഇതിനെ നമുക്ക് ബേസ് 8ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതിനെ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ റൈറ്റ് ടു ലെഫ്റ്റ് 3-bit ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യും. റൈറ്റ് ടു ലെഫ്റ്റ് 3-bit ഗ്രൂപ്പുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുക, റൈറ്റിലെ 3-bit ഗ്രൂപ്പ് എന്ന് പറയുന്നത് 101 എന്ന് പറയുന്നത് ഒരു 3-bit ഗ്രൂപ്പാണ്. അതിന്റെ ഇപ്പുറത്തേക്ക് നോക്കുക, 011 എന്ന് പറയുന്ന ഒരു 3-bit ഗ്രൂപ്പാണ്. പിന്നെ ലാസ്റ്റ് 2 ഡിജിറ്റേ ബാക്കിയുള്ളൂ, 11. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സീറോയും കൂടെ ആഡ് ചെയ്ത് 011 ആക്കുന്നു. പിന്നെ നേരെ ടേബിളിൽ നോക്കുക, 011 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അടുത്തതും 011 കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് 3 ആണ്. 101 കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് 5 ആണ്. ടു ദ ബേസ് 8. ഇതാണ് തിരിച്ചുള്ള കൺവേർഷൻ. നമ്മൾ എങ്ങനെയാണോ ഒക്ടൽ ടു ബൈനറി ചെയ്തത്, ഒക്ടൽ ടു ബൈനറി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡിജിറ്റ് ആയിട്ട് എടുത്ത് അതിന്റെ 3-bit വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പോകുന്നു. അതേപോലെ തന്നെ ബൈനറി ടു ഒക്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ 3-bit ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റുന്നു. ഓരോ 3-bitന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് വെച്ചിട്ട് ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഈ 3 ബിറ്റുകളായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ടു ലെഫ്റ്റ് മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടുന്ന് ഗ്രൂപ്പ് ചെയ്ത് പോയാൽ അത് തെറ്റും. നമ്മൾ 110 ഇതാണ് നമ്മുടെ നമ്പർ. ഈ റൈറ്റ് ടു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് 110, അവസാനത്തെ ഗ്രൂപ്പ് 111, ലാസ്റ്റത്തെ ഗ്രൂപ്പ് 01 മാത്രമേ ഉള്ളൂ. ഇതിന്റെ അവസാനം നമ്മളൊരു 0 ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ തെറ്റിപ്പോകും. അപ്പൊ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യരുത്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് 3-bit ഗ്രൂപ്പ് ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. റൈറ്റിൽ നിന്ന് 3 ബിറ്റ് എടുക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അടുത്ത 3 ബിറ്റ്, അടുത്ത 3 ബിറ്റ്, ഏറ്റവും ലാസ്റ്റ് 3 ബിറ്റില്ലെങ്കിൽ തുടക്കത്തിലേക്ക് 0 ആഡ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യാം. അപ്പൊ ഇതാണ് റിവേഴ്സ് കൺവേർഷൻ, അതായത് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. അപ്പൊ ഈ ടേബിൾ വെച്ചിട്ട് 2 കൺവേർഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഒക്ടൽ ടു ബൈനറി കൺവേർഷനും ബൈനറി ടു ഒക്ടൽ കൺവേർഷനും രണ്ടിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈനറി ടു ഒക്ടൽ ടു ബൈനറി ആണെങ്കിൽ ഓരോ ഒക്ടൽ ഡിജിറ്റിനെ കറസ്പോണ്ടിങ് 3-bit ബൈനറി വെച്ച് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബൈനറി ടു ഒക്ടൽ ആണെങ്കിൽ 3 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 എണ്ണത്തിന്റെ ഗ്രൂപ്പ് ആക്കുന്നു. ഓരോ ഗ്രൂപ്പിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമുള്ളൂ. ഇനി അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത് ഇതേ രീതി തന്നെയാണ്, ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെയാണ്. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ഡിജിറ്റ് ബൈനറി ഇക്വാലന്റിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 4 ഡിജിറ്റ് ബൈനറി ഇക്വാലന്റ്. ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിന്റെയും 4-bit ബൈനറി ഇക്വാലന്റ്. അപ്പൊ നോക്കുക, ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് 0 മുതൽ F വരെ ഉണ്ട്. 0 1 2 3 4 5 6 7 8 9 A B C D E F വരെ ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ഉണ്ട്. ഹെക്സാഡെസിമൽ ഡിജിറ്റിൽ 0നെ നമുക്ക് 4 ഡിജിറ്റ് ആണ്. ഇവിടെ ഒക്ടലിന് നമ്മൾ 3 ഡിജിറ്റ് ആണ് ആക്കിയതെങ്കിൽ ഹെക്സാഡെസിമലിന്റെ 4 ഡിജിറ്റ് ഇക്വാലന്റ് ആണ് ആക്കേണ്ടത്. 4 0. 1നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 3 0യും ഒരു 1. ഇനി 2നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 0 0 1 0. 1 0 ആണ് 2വിൻ്റെത്, അതിനെ 4 ബിറ്റ് ആക്കാൻ 0 0 1 0. 3നെ നമ്മൾ 0 1 1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ 4 ബിറ്റ് ആക്കേണ്ടതുകൊണ്ട് 0 0 1 1 ഒരു 0യും കൂടെ ചേർത്തു. 4നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, 0 1 0 0. 5നെ 0 1 0 1. ഇനി 6നെ 0 1 1 0. 7നെ 0 1 1 1. 8 1 0 0 0. 9 എന്ന് പറയുന്നത് 1 0 0 1. A എന്ന് പറയുന്നത് 1 0 1 0. B എന്ന് പറയുന്നത് 1 0 1 1. C എന്ന് പറയുന്നത് 1 1 0 0. D എന്ന് പറയുന്നത് 1 1 0 1. E എന്ന് പറയുന്നത് 1 1 1 0. F എന്ന് പറയുന്നത് 1 1 1 1.
അപ്പൊ ഇങ്ങനെ ഒരു ഹെക്സാഡെസിമൽ കൺവേർഷൻ ടേബിൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു പോകാവുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതോ ഒക്കെ ഉള്ളൂ. അത് ഒന്ന് കൂട്ടി വരികയാണ്. ഓരോ നമ്പറിനെ കൂടെ +1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബി എന്ന് പറഞ്ഞാൽ നോക്കാം. ബി എന്ന് പറയുന്നത് എന്താണ്? 11നോട് ഇക്വാലന്റ് ആണ് ബി എന്ന് പറയുന്നത്. 11നെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11/2 5 റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ 0. ഇതിനെ റിവേഴ്സ് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ 1 0 1 1 to the base 2 കിട്ടി. ആ 1011 ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ കൺവേർഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അതിനെ നമ്മൾ 4 ബിറ്റ് ആക്കി എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഹെക്സാഡെസിമൽ കൺവേർഷൻ ടേബിൾ നമ്മൾക്ക് കിട്ടി. ഹെക്സാഡെസിമൽ കൺവേർഷൻ ടേബിൾ വെച്ചിട്ട് നേരത്തെ എങ്ങനെയാണോ ഒക്ടൽ ചെയ്തത് അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷനും നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മളിവിടെ ഞാൻ മോഡിൽ എഴുതുകയാണ്. ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. AF3 to the base 16 is equal to dash to the base 2. AF3 to the base 16 is equal to dash to the base 2. എന്ത് ചെയ്യുന്നു? ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആയിട്ട് എടുക്കുന്നു, അതിന്റെ 4 ബിറ്റ് ബൈനറി ഇക്വാലന്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അത്രേ മാത്രമേ ഉള്ളൂ. എ നോക്കുക, എക്ക് ഇവിടെ എത്രയാണ്? 1010. അതെഴുതി 1010. എഫിന് എന്താണ്? എഫിന് 11 11 11 11. ഇനി 3യുടെ നോക്കി, 3ക്ക് എന്താണ്? 0011 0011 to the base 2. അപ്പൊ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യം വളരെ എളുപ്പമാണ്. ഓരോ ഡിജിറ്റ് ആയിട്ട് എടുക്കുന്നു, ആ ഡിജിറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ഡിജിറ്റ് ബൈനറി ഇക്വാലന്റ് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇത്ര മാത്രമേ നമ്മൾക്ക് ചെയ്യാനുള്ളൂ. റിവേഴ്സ് കൺവേർഷനും വളരെ എളുപ്പമാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ചെയ്ത സമയത്ത് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് 3 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്തെങ്കിൽ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ 4 ബിറ്റ് ഗ്രൂപ്പുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. 1 1 1 0 0 0 1 1 1 1 1 0 0 0 1 to the base 2. ഇതിനെ നമ്മൾക്ക് ഇതൊരു ബൈനറി നമ്പർ ആണ്. ഇസ് ഈക്വൽ ടു ഡാഷ് ടു ദ ബേസ് 16. ഇവിടെ നമ്മൾ ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ് ചെയ്യുന്നത്. ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് 4 ഡിജിറ്റ് ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യാം. അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് ഇവിടെ നോക്കാം 0 1 1 1. അടുത്ത 4 ഡിജിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 1 0 0. അടുത്ത 4 ഡിജിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 0 1 1. ഇനി ലാസ്റ്റ് 1 1 മാത്രം ബാക്കിയുണ്ട്. അതിനെ 4 ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിലേക്ക് 2 0യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 0 0 1 1. ഇനി ഓരോ ഗ്രൂപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഇക്വാലന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 0 1 1 നോക്കാം. ഇവിടെ നോക്കാം 0 0 1 1 എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്. അത് ഏതിനോട് ഇക്വാലന്റ് ആണ്? 3നോട് ഇക്വാലന്റ് ആണ് 3. ഇനി 1 0 1 1 1 0 1 1 എവിടെ വന്നാൽ ഇവിടെയാണ് 1 0 1 1 വന്നിരിക്കുന്നത്. 1 0 1 1 ഇക്വാലന്റ് എന്ന് പറയുന്നത് ബി ആണ്, ബി. പിന്നെ വരുന്നത് 1 1 0 0 1 1 0 0 എവിടെ വന്നു? ഇവിടെയാണ് 1 1 0 0 വന്നിരിക്കുന്നത്. 1 1 0 0യുടെ ഇക്വാലന്റ് ഹെക്സാഡെസിമൽ സി ആണ്, സി. പിന്നെ വരുന്നത് 0 1 1 1 0 1 1 1 ഇവിടെയുണ്ട്. അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 3BC7 to the base 16. അപ്പൊ ഇതാണ് ഇക്വാലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഹെക്സാഡെസിമൽ ബൈനറി നമ്പറിനെ റൈറ്റ് ടു ലെഫ്റ്റ് 4 ബിറ്റ് ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ഓരോ 4 ബിറ്റ് ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഇതെല്ലാം മെത്തേഡ് എല്ലാം സെയിം ആണ്. ഒക്ടൽ ആണെങ്കിൽ 3 ബിറ്റ് ഗ്രൂപ്പും ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4 ബിറ്റ് ഗ്രൂപ്പും ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി 2 കൺവേർഷൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനും ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനും രണ്ടെണ്ണാണ് ബാക്കിയുള്ളത്. അതിൽ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത്, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നതിന്റെ മെത്തേഡ് ഇതാണ്. ആദ്യം ഒക്ടൽ ടു ബൈനറി ആൻഡ് ദിസ് ബൈനറി ടു ഹെക്സാഡെസിമൽ. ആദ്യം തന്നിരിക്കുന്ന ഒക്ടലിനെ ബൈനറി ആക്കണം, ആ ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കണം. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ഇതേപോലെ തന്നെ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കണം, ബൈനറിനെ ഒക്ടൽ ആക്കണം. ഈ മെത്തേഡ് എല്ലാം നമ്മൾ പഠിച്ചാണ്. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ നമ്മൾ പഠിച്ചു. ഒക്ടൽ ഓരോ ഒക്ടൽ ഡിജിറ്റ് ആയിട്ട് എടുക്കുന്നു, അതിനെ 3 ബിറ്റ് ബൈനറി വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ ഈ കിട്ടിയ ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് 4 ഡിജിറ്റ്സിന്റെ ഗ്രൂപ്പ് ആക്കുന്നു. ഓരോ ഗ്രൂപ്പിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ മെത്തേഡ്. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ എന്ന് പറയുന്നത് ആദ്യം ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുക, ആ ബൈനറിനെ ഒക്ടൽ ആക്കണം. അപ്പൊ ഫസ്റ്റ് വൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്
ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4-bit ബൈനറി ഇക്വാലന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ പാർട്ട് ബൈനറി ടു ഒക്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് 3 ഡിജിറ്റ്സിന്റെ ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ, നമ്മൾ പഠിച്ച അതേ മെത്തേഡ് തന്നെ. അപ്പോൾ നമുക്ക് ഒരു ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 7731 to the base 8 is equal to dash to the base 16. 7731 to the base 8 എന്ന് പറയുന്നത് ബേസ് 16ലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് മെത്തേഡ് അറിയാം. ആദ്യം ബേസ് 8നെ ബേസ് 2ലേക്ക് മാറ്റണം, ആ ബേസ് 2നെ ബേസ് 16ലേക്ക് മാറ്റണം. ബേസ് 2ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ് ചെയ്യേണ്ടത്. 8 to 2 കൺവേർഷൻ, 8 to 2 കൺവേർഷൻ എന്ന് പറയുന്ന ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിന്റെയും 3-bit ബൈനറി ഇക്വാലന്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. 7ന്റെ 3-bit ബൈനറി എന്ന് പറയുന്നത് 111. അടുത്തത് 7 തന്നെയാണ് 111. അടുത്തത് 3 ആണ്. 3യുടെ 3-bit എന്ന് പറയുന്നത് 011 ആണ്, 011. അടുത്തത് 1ന്റെ 3-bit എന്ന് പറയുന്നത് 001 to the base 2. അപ്പൊ ഫസ്റ്റ് കൺവേർഷൻ കഴിഞ്ഞു, ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ കഴിഞ്ഞു. ഇനി ഈ കിട്ടിയിരിക്കുന്ന ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് ആക്കണം. ബൈനറി ടു ഹെക്സാഡെസിമൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. റൈറ്റ് ടു ലെഫ്റ്റ് 4 ഡിജിറ്റ്സിന്റെ ഗ്രൂപ്പ് ആക്കുക. 4 ഡിജിറ്റ്സിന്റെ ഗ്രൂപ്പ് ആക്കുമ്പോൾ ആദ്യം 1001 ഒരു ഗ്രൂപ്പായി, പിന്നെ 1101 ഒരു ഗ്രൂപ്പായി, 1111 ഒരു ഗ്രൂപ്പായി. ഇവിടെ 0 ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ലാസ്റ്റ് ഗ്രൂപ്പിൽ എത്ര തന്നെയുണ്ട്, കൃത്യം 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇനി ഇവിടേക്ക് 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1111 എന്ന് പറയുന്നത് ഇതിനോട് ഇക്വാലന്റ് ആണ്. ഇവിടെ നോക്കാം, 1111 എന്ന് പറയുന്നത് എഫിനോട് ഇക്വാലന്റ് ആണ്. അപ്പൊ എഫ് വെച്ച് റീപ്ലേസ് ചെയ്ത് എഫ്. ഇനി 1101 നോക്കാം. 1101 എന്തിനോട് ഇക്വാലന്റ് ആണ്? 1101 ഈസ് ഇക്വാലന്റ് ടു ഡി. 1101 എന്ന് പറയുന്നത് ഡി ആണ്. പിന്നെ നോക്കാം 1001 എവിടെയാ വന്നിരിക്കുന്നത്? 1001 ഇതാ ഇവിടെയാണ് 1001 വന്നിരിക്കുന്നത്. 1001 എന്ന് പറയുന്നത് 9നോട് ഇക്വാലന്റ് ആണ്. 9 ദാറ്റ് ഈസ് എഫ് ഡി 9 to the base 16. അപ്പോൾ ഇതാണ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ആദ്യം ഒക്ടലിനെ ബൈനറി ആക്കുന്നു, ആ ബൈനറിനെ തിരിച്ച് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒക്ടലിനെ ബൈനറി ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡിജിറ്റിന്റെയും 3-bit ബൈനറി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ആ 3-bit ബൈനറിനെ വീണ്ടും ഹെക്സാഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് 4-bit ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നേരത്തെ മെത്തേഡ് തന്നെ എല്ലാത്തിനും ഈ ടേബിൾ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ടേബിൾ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഷോർട്ട് കട്ട്. ടേബിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇനി ഇതിന്റെ നേരെ തിരിച്ചുള്ള ഒരു കൺവേർഷനും കൂടെ ചെയ്ത് നമുക്ക് കൺവേർഷൻ സ്റ്റോപ്പ് ചെയ്യാം. തിരിച്ചുള്ള കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. അല്ല സോറി, അതല്ല നമ്മളിപ്പോ ചെയ്തേ. അല്ല, നമ്മളിപ്പോ ചെയ്ത ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. ഇപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. നമ്മള് 1 2 3 a f 1 to the base 16. 1 2 3 a f 1 to the base 16 is equal to dash to the base 8. Dash to the base 8. അപ്പോൾ base 16 to base 8 കൺവേർഷൻ ആണ്. അത് ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യം ഈ base 16നെ base 2ലേക്ക് കൺവേർട്ട് ചെയ്യും. ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കും. പിന്നെ ഈ ബൈനറിയെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യും, ബേസ് 8ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഹെക്സാഡെസിമൽ ഡിജിറ്റിന്റെ 4-bit ബൈനറി ഇക്വാലന്റ് എഴുതണം. അപ്പൊ ആദ്യം 1ന്റെ 4-bit ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത് 0001. അടുത്ത 2ന്റെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത് 0010. അടുത്ത 3യുടെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത് 0011. എയുടെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത് 1010. എഫിന്റെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത് 1111. ഇനി ലാസ്റ്റ് ഒരു 1 കൂടി ഉണ്ട്. 1ന്റെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത് 0001. ഇനി ഇതിനെ ഒക്ടലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് 3-bit ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ ഗ്രൂപ്പിൽ 001, അടുത്ത 3-bit ഗ്രൂപ്പ് എന്ന് പറയുന്നത് 110, അടുത്ത 3-bit ഗ്രൂപ്പ് എന്ന് പറയുന്നത് 011, അടുത്ത 3-bit ഗ്രൂപ്പ് 101, അടുത്ത 3-bit ഗ്രൂപ്പ് 1011, അടുത്ത 3-bit ഗ്രൂപ്പ് 100, അടുത്ത 3-bit ഗ്രൂപ്പ് 100, അടുത്തത് 000. അപ്പൊ നോക്കുക, ഇനി 000യുടെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇനി 100. അപ്പൊ ടേബിൾ മാറിപ്പോരുത്. ആദ്യത്തെ കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ ഹെക്സാഡെസിമലിന്റെ ടേബിളും ബൈനറി ടു ഒക്ടൽ കൺവേർഷന് വേണ്ടിയിട്ട് ഒക്ടലിന്റെ ടേബിളാണ് ഉപയോഗിക്കേണ്ടത്. മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയാൽ ആൻസർ തെറ്റുവേ. 000യുടെ കറസ്പോണ്ടിങ് 0,
100ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോക്കുക, 100ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് 4. അടുത്തത് 100 തന്നെയാണ്, അത് 4. 011 എന്ന് പറയുന്നത് 3. ഇനി 101 എന്ന് പറയുന്നത് 5. 011 എന്ന് പറയുന്നത് 3 ആണ്, 3. അടുത്ത 110 എന്ന് പറയുന്നത് എന്താണ്, 6. അടുത്തത് 001 എന്ന് പറയുന്നത് 1. അപ്പോൾ 4 4 3 5 3 6 1 to the base 8. അപ്പൊ ആദ്യത്തെ 0 നമുക്ക് എഴുതണമെന്നില്ല, നമ്മൾ തുടക്കത്തിൽ ഒരു 0 ചേർക്കുന്നതിന് വാല്യൂ ഇല്ല. 0 തുടക്കത്തിൽ ഇട്ടാൽ വാല്യൂ ഇല്ല, അവസാനം ഇട്ടാലേ വാല്യൂ ഉള്ളൂ. 200 എന്ന് എഴുതുന്നതിന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടാൽ അതിന്റെ വാല്യൂ മാറി 2000 ആയി. അതേസമയം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 0 ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂല് ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 0 നമ്മൾക്ക് ഒഴിവാക്കാം, കാരണം അത് വാല്യൂല് ചേഞ്ച് വരുത്തുന്നില്ല. ഇപ്പൊ തന്നിരിക്കുന്ന ഹെക്സാഡെസിമലിന്റെ ഒക്ടൽ ഇക്വാലന്റ് എന്ന് പറയുന്നത് 4435361 ടു ദ ബേസ് 8 ആണ്. അപ്പൊ ആദ്യം ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കി, ഈ രണ്ടാമത്തെ ടേബിൾ ഉപയോഗിച്ച് ഹെക്സാഡെസിമലിനെ 4 ബിറ്റ് ബൈനറി ഇക്വാലന്റ് കൊടുത്ത് ബൈനറിയിലേക്ക് ആക്കി. അതിനുശേഷം അതിനെ ആദ്യത്തെ ടേബിൾ ഉപയോഗിച്ച്, ഒക്ടലിന്റെ ടേബിൾ ഉപയോഗിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് കൊടുത്തു. അപ്പൊ ഇത്രയാണ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ്സിന്റെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ രണ്ട് കൺവേർഷൻ ടേബിൾസ് ആണ്. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ടേബിളും ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ടേബിളും, ഈ രണ്ട് ടേബിളുമാണ് ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സിന്റെ എല്ലാത്തിന്റെയും ബേസിസ് എന്ന് പറയുന്നത്. ഇത് അറിയാമെങ്കിൽ മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് ഇത് ചെയ്ത് കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ചെയ്ത് കണ്ടുപിടിച്ച് ടേബിൾ വരയ്ക്കണം, അല്ലെങ്കിൽ ടേബിൾ കാണാപ്പാടം പഠിക്കണം, അല്ലെങ്കിൽ ടേബിൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓരോ ഡിജിറ്റിനെയും കൂടെ ഒന്ന് കൂട്ടി ഓരോ ബൈനറിയുടെയും കൂടെ ഒന്ന് കൂട്ടി പോകുന്നതാണിത്. അപ്പൊ ഇത് ഏതെങ്കിലും മെത്തേഡിൽ ഈ ടേബിൾ അറിയാമെങ്കിൽ മാത്രമേ ഷോർട്ട് കട്ട് മെത്തേഡ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ 6 കൺവേർഷൻസ് പഠിച്ചു. ആദ്യത്തേത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണെങ്കിൽ കൺവേർഷൻ ടേബിൾ ഉപയോഗിച്ച് ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 3 ബിറ്റ് ബൈനറി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബേസ് 2 എഴുതുന്നു. ബൈനറി ടു ഒക്ടൽ ആണെങ്കിൽ ബൈനറി നമ്പർ എഴുതുന്നു, അതിനെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് 3 ബിറ്റ് ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് വെച്ച് ഒക്ടൽ ഡിജിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെ ഗ്രൂപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക്, ഈ സൈഡിൽ നിന്ന്, ഈ എൻഡിൽ നിന്ന് തുടങ്ങണം. ഈ എൻഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് 3 ഗ്രൂപ്പുകളാക്കി 3 ഗ്രൂപ്പ് ആക്കുക. ലാസ്റ്റ് വരുമ്പോൾ 3 ഡിജിറ്റ് ഇല്ലെങ്കിൽ 0 ആഡ് ചെയ്ത് 3 ഡിജിറ്റ് ആക്കി മാറ്റാം. ഇനി ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണെങ്കിൽ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 4 ബിറ്റ് ബൈനറി വെച്ച് റീപ്ലേസ് ചെയ്യാം. ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ റൈറ്റ് ടു ലെഫ്റ്റ് 4 ഡിജിറ്റ്സിന്റെ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുക. ഓരോ 4 ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഇക്വാലന്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഒക്ടൽ ടു ഹെക്സാഡെസിമലും ഹെക്സാഡെസിമൽ ടു ഒക്ടലും, അത് ഇതേ മെത്തേഡ് തന്നെ. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുന്നു, ബൈനറിനെ ഒക്ടൽ ആക്കുന്നു. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഒക്ടലിനെ ബൈനറി ആക്കുന്നു, ആ ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കി മാറ്റുന്നു. അപ്പൊ ഇത്രയും ആണ് നമ്പർ കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉള്ളതെന്ന് പറയുന്നത് ഇത്രയും കൺവേർഷൻസ് ആണ്. ഇത്രയും കൺവേർഷൻസും എന്താണ് ഇന്റിജർ റെപ്രസെന്റേഷൻസും ക്യാരക്ടർ റെപ്രസെന്റേഷൻസും. അപ്പൊ കൺവേർഷൻസിൽ വരുന്ന കാര്യങ്ങള് ബാക്കി ഡെസിമൽ ടു നോൺ ഡെസിമൽ കൺവേർഷൻസിന്റെ എക്സാം കഴിഞ്ഞതാണ്. അതായത് ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഇത്ര എണ്ണത്തിന്റെ എക്സാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണ്. ഇന്നത്തെ എക്സാമില് ഇതിന്റെ നോൺ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ, അതായത് ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ, പിന്നെ ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സ്, അതായത് ബൈനറി ടു ഒക്ടൽ, ഒക്ടൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഇത്രയും കൺവേർഷൻസ് ഇന്നത്തെ എക്സാമിന് ഉണ്ടാവും. ഇനി 2 സെക്ഷൻസും കൂടിയാണ് ബാക്കിയുള്ളത്, ഇൻഡിജർ റെപ്രസെന്റേഷൻസും ക്യാരക്ടർ റെപ്രസെന്റേഷൻസും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു പോവാണ്. ആദ്യത്തേത് ഇൻഡിജർ റെപ്രസെന്റേഷൻ ആണ്. ഇൻഡിജർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഇൻഡിജർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു കാര്യം ഇതാണ്. നമ്മൾ ഇത്രയധികം നമ്പർ സിസ്റ്റംസ് ഒക്കെ പഠിച്ചെങ്കിലും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ കമ്പ്യൂട്ടറിൽ ഏതൊരു കാര്യം, അതുകൊണ്ടാണ് ബൈനറി നമ്പർ സിസ്റ്റത്തെ മെഷീൻ ലാംഗ്വേജ് എന്ന് വിളിക്കാൻ തന്നെ കാരണം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ബൈനറി ലാംഗ്വേജ് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യണം, ഇമേജ് ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും
നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഗെയിം കളിക്കുന്ന ആ ഗെയിമുകളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും കമ്പ്യൂട്ടറിൽ അത് എന്താണ് കമ്പ്യൂട്ടറിൽ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈനറി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീറോസ് ആൻഡ് വൺസ് ആക്കി കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തെ ഇമേജിനെ എങ്ങനെയാണ് ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, ക്യാരക്ടറിനെ എങ്ങനെയാണ് ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, ഇൻഡിജേഴ്സിനെ അല്ലെങ്കിൽ എങ്ങനെ ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ എങ്ങനെ ബൈനറി ആക്കാം, വീഡിയോനെ എങ്ങനെ ബൈനറി ആക്കാം, ഇതൊക്കെയാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്തെ ഇൻഡിജർ റെപ്രസെന്റേഷൻസും ക്യാരക്ടർ റെപ്രസെന്റേഷൻസും മാത്രമാണ്. ബാക്കിയൊന്നും ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻറ്റീജർ റെപ്രസെന്റേഷൻ ആണ്. അതായത് ഇൻറ്റിജർ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് വിതൗട്ട് ഡെസിമൽ പോയിന്റ്, അതിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഹോൾ നമ്പേഴ്സ് വിതൗട്ട് ഡെസിമൽ പോയിന്റ്. നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് സീറോ ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻറ്റിജേഴ്സ്. സീറോയും പോസിറ്റീവും നെഗറ്റീവും സീറോയും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ എന്തുണ്ടാവാൻ പാടില്ല, ഡെസിമൽ പോയിന്റ് ഉണ്ടാവാൻ പാടില്ല. ഹോൾ നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ ഇൻറ്റിജേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റിജേഴ്സ് -70 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്, +91 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്, 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. പക്ഷേ ഇതൊന്നും ബൈനറിയിലല്ല, ഇതെല്ലാം നമ്മുടെ സാധാരണ നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈനറി ആയിട്ട് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3 മെത്തേഡ്സ് ആണുള്ളത്. ഇൻറ്റിജർ നമ്പേഴ്സിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3 മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഓരോ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഏത് മെത്തേഡിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെത്തേഡ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ട്യൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ്സ് ആണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഇൻറ്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ തീരുമാനിക്കാം അവരുടെ സോഫ്റ്റ്വെയറിൽ ഇതിൽ ഏത് രീതിയിൽ വേണം ഇൻറ്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്നൊക്കെ ഉള്ളത് ഏതാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 മെത്തേഡിന്റെ പ്രത്യേകത, ഇതിലെല്ലാം നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ 8-ബിറ്റ് റെപ്രസെന്റേഷൻ മാത്രമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് 8-ബിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, 16-ബിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, 28-ബിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, അല്ല 24-ബിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, 32-ബിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, 64-ബിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, 256-ബിറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്. ഇങ്ങനെ 2ന്റെ പവർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 64, 256, 128 ഉണ്ട്, പിന്നെ 256 കഴിഞ്ഞാൽ പിന്നെ 512 ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2ന്റെ പവർ ആയിട്ടാണ് ഈ റെപ്രസെന്റേഷൻസ് എല്ലാം പോയി. കമ്പ്യൂട്ടറിന്റെ ഏത് ബേസിക് ആയിട്ട് ഏത് കാര്യങ്ങൾ എടുത്താലും 2ന്റെ പവർ ആയിട്ടാണ് മെമ്മറിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ ഈ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും 8-ബിറ്റ് റെപ്രസെന്റേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി വലിയ 8-ബിറ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ അകത്ത് 256 വരെയുള്ള നമ്പേഴ്സിനെ മാത്രമേ 8 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 256-നേക്കാളും വലിയ നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 256 അല്ലേ. 256 കഴിഞ്ഞിട്ട് 257 ഉണ്ട്, 58, 59 ഉണ്ട്, 1000 ഉണ്ട്, 1001 ഉണ്ട്, 1002 ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ നമ്പേഴ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 8 ബിറ്റ് കൊണ്ട് പറ്റില്ല. അന്നേരം നമ്മൾ ഇതിലേക്ക് പോകേണ്ടി വരും, 16 ബിറ്റിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ബേസിക് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ ടെക്സ്റ്റ് ബുക്കിൽ 8-ബിറ്റ് റെപ്രസെന്റേഷൻ മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ 8 ബിറ്റ് മാത്രമേ ഉള്ളൂ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് മാത്രമേ ഉള്ളൂ. 256 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ വലിയ വലിയ റെപ്രസെന്റേഷൻസ് ഉണ്ട്, കൂടുതൽ ബിറ്റുള്ള റെപ്രസെന്റേഷൻസ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 8-ബിറ്റ് റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഈ കാര്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളോട് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇതാണ്: സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് is an 8-bit representation for integer numbers. It is an 8-bit representation. Integer നമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു 8-ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. The first bit is reserved to store
the sign of the number. It is known as the sign bit. ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് ബിറ്റിനെ സൈൻ ബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ബിറ്റ് ഈ നമ്പറിന്റെ, ഈ ഇൻറ്റിജർ നമ്പറിന്റെ സൈനിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി സൈൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. If the number is positive, then the sign bit will be 0, and if the number is negative, then the sign bit will be 1. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 0 ആയിരിക്കും, നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിരിക്കും. ആൻഡ് ദ റിമൈനിങ് 7 ബിറ്റ്സ്, 8 ബിറ്റിൽ ഒരു ബിറ്റ് പോയി, ഒരു ബിറ്റ് സൈൻ ബിറ്റ് എന്ന് വിളിച്ച് സൈനിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ദ റിമൈനിങ് 7 bits are used for storing the magnitude of the integer, that is the value of the integer. അപ്പോൾ സൈനിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 7 ഡിജിറ്റുകളും ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തിയറി പാർട്ടിൽ ഇത്രയും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന്റെ തിയറി പാർട്ട് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ തിയറി പാർട്ടിൽ പഠിച്ചിരിക്കണം. അതായത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് ബിറ്റ് സൈനിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ സൈൻ 0 ആയിരിക്കും, നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ സൈന് 1 ആയിരിക്കും. ബാക്കിയുള്ള 7 ബിറ്റുകൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ നമ്പറിന്റെ വാല്യൂ ആണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ബേസിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഒരു നമ്പർ തന്നിട്ട് അതിനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിരിക്കുന്നു -56. -56 തന്നിട്ട് ഇതിനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് -56 ആണ്. അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 56നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2, 28 റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 14 റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ 1. ഇതിനെ റിവേഴ്സ് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 1 1 1 0 0 1 1 1 1 0 0. ഇതാണ് നമ്മുടെ 56ന്റെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത്. 56ന്റെ ബൈനറി ഇക്വാലന്റ് ആണ് ഇത്. അപ്പൊ ഈ കിട്ടിയിരിക്കുന്നതിന് എത്ര ബിറ്റ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 1 1 1 1 0 0 6 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്, മാഗ്നിറ്റ്യൂഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ്സ് ഉണ്ട്? 7 ബിറ്റ് ഉണ്ട്. അപ്പൊ ഈ 6 ബിറ്റിനെ 7 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് ഒരു 0യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 0യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് എത്ര ബിറ്റ് ആയിട്ട് മാറും? ഈ തന്നിരിക്കുന്ന നമ്പർ 7 ബിറ്റ് ആയിട്ട് മാറും. ഇനി ഇതിന്റെ തുടക്കത്തിൽ നമ്മൾക്ക് ഒരു സൈൻ ബിറ്റും കൂടെ, അപ്പൊ 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഇതിന്റെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ ബിറ്റ് ആണ്. ഈ സൈൻ ബിറ്റ് എന്ന് പറയുന്ന നമ്പർ നെഗറ്റീവ് ആണ്, -56. പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 0യും നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1ഉം ആണ്. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇതിന്റെ സൈൻ ബിറ്റ് 1 വരും. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതിനെ സൈൻ ബിറ്റ് എന്ന് മാർക്ക് ചെയ്യണം. റിമൈനിങ് 7 ബിറ്റ്സിനെ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എന്നും നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ കോളം വരച്ചെഴുതി സൈൻ ബിറ്റും മാഗ്നിറ്റ്യൂഡും മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്തതിന്റെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വെറുതെ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അത് കൃത്യമാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെത്തേഡ് ഇതാണ്. ഓരോ കാര്യങ്ങൾക്ക് ഓരോ കൺവെൻഷൻ ഉണ്ട്, ഓരോ രീതിയിൽ ചെയ്യണം പല കാര്യങ്ങളും. അപ്പൊ ഇതിന്റെ രീതി എന്ന് പറയുന്നത് ഇതാണ്. കൃത്യമായിട്ടും കോളം വരച്ച് സൈൻ ബിറ്റും മാഗ്നിറ്റ്യൂഡും മാർക്ക് ചെയ്താൽ മാത്രമേ ആ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഈ 3 മെത്തേഡ്സിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മെത്തേഡിൻ്റെയും തിയറി സെക്ഷൻ എന്താണെന്നുള്ള തിയറി നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രോബ്ലം ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബൈനറി ഇക്വാലന്റ് ഓഫ് 56 ഈസ് the binary equivalent of 56 is 1 1 1 1 0 0 to the base 2. Represent it in sign and magnitude form. അപ്പൊ ഇങ്ങനെ തന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരിട്ട് 56ന്റെ ബൈനറി കണ്ടുപിടിക്കാനുള്ള സമയം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് ബൈനറി, അതിന്റെ ബൈനറി തന്നിരിക്കുന്നത്.
56ന്റെ ബൈനറി എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയെങ്കിൽ -56നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ റെപ്രസെന്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്താൽ മതി, ബൈനറി നിങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കോളം വരയ്ക്കുന്നു, ഇതിനെ എടുത്ത് എഴുതുന്നു. ഈ 11100 എന്ന് പറയുന്ന 6 ബിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ആദ്യത്തെ 0 ആഡ് ചെയ്തു, പിന്നെ അതിനെ എല്ലാം കോളം വരച്ചെഴുതി. ഫസ്റ്റ് ബിറ്റ് -56 ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് 1 കൊടുക്കുന്നു, +56 ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് 0 കൊടുക്കുന്നു. അപ്പൊ ഇത്രയാണ് ഈ റെപ്രസെന്റേഷനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ 8 ബിറ്റാണ് ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റും, റിമൈനിങ് 7 ബിറ്റുകൾ മാഗ്നിറ്റ്യൂഡ്, അതായത് വാല്യൂ സ്റ്റോർ ചെയ്യാനുമാണ്. അതിൻ്റെ അകത്ത് പ്രോബ്ലം ചെയ്യാനും തിയറി നിങ്ങൾ പഠിക്കണം. തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 0, നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1. അപ്പോൾ ആ തിയറി പഠിക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കോളം വരയ്ക്കുക. ഫസ്റ്റ് ബിറ്റിനെ സൈൻ ബിറ്റ് എന്ന് മാർക്ക് ചെയ്യണം. നമ്പറിന്റെ സൈൻ നോക്കിയിട്ട് ആ ബിറ്റ് ഇടണം. പോസിറ്റീവ് ആണെങ്കിൽ 0, നെഗറ്റീവ് ആണെങ്കിൽ 1 എന്ന് എഴുതണം. ബാക്കി 7 ബിറ്റുകളിൽ മാഗ്നിറ്റ്യൂഡ്. 7 ബിറ്റ് തികഞ്ഞിട്ടില്ലെങ്കിൽ തുടക്കത്തിൽ 0 ചേർത്ത് 7 ബിറ്റ് ആക്കണം. അവസാനം കൊണ്ട് 0 ചേർത്ത് വെച്ചാൽ തെറ്റിപ്പോവും. തുടക്കത്തിൽ 0 ചേർത്ത് 7 ബിറ്റ് ആക്കുക. അതിനുശേഷം എടുത്തെഴുതി കോളം വരച്ച് എഴുതാം. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. അടുത്ത മെത്തേഡാണ് ഇന്റിജർ റെപ്രസെന്റേഷന്റെ അടുത്ത മെത്തേഡാണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. അപ്പൊ ആദ്യം ഇതിന്റെ തിയറി പറയണം, എന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് അവിടെ ഇവിടെ പേരൊക്കെ എഴുതിയിട്ട് കാണുന്നുണ്ട്. ഇത് തീരാനൊന്നും ആയിട്ടില്ല, 4 മണിയായി, എന്നാലും തീരാനായിട്ടില്ല. ഇനി ഒരു ദിവസം എൻ്റെ കഴിഞ്ഞ ദിവസം ഞാനിതെല്ലാം വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ടീച്ചർക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് സമയമില്ല എന്ന് നിങ്ങൾ പറയരുത്. എനിക്കിങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതും അങ്ങ് തീർത്താലേ നമുക്കിത് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തീർക്കട്ടെ. അടുത്തത് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അതും 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 8 ബിറ്റ് റെപ്രസെന്റേഷൻ തന്നെയാണ്. മറ്റേതുപോലെ തന്നെ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നേരത്തെ പോലെ സൈൻ ബിറ്റ് മാഗ്നിറ്റ്യൂഡ് ബിറ്റ് ഒന്നുമില്ല. ഈ 8 ബിറ്റുകളും മൊത്തം 8 ബിറ്റുകളും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന നമ്മുടെ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡിനെ തന്നെ, വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്, അപ്പൊ നമ്മള് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിൽ രണ്ടാളതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് പോലെ തന്നെ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് പോലെ തന്നെയുള്ള ഒരു 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ 8 ബിറ്റുകളും സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റ് ആണ്, സൈൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ മുഴുവൻ ബിറ്റുകളും 8 ബിറ്റുകൾ മുഴുവനായിട്ടും ആ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഈ വൺസ് കോംപ്ലിമെന്റ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നേരെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ 8 ബിറ്റിലേക്ക് മാറ്റുന്നു. കൺവേർട്ട് ടു ബൈനറി ആൻഡ് ദെൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു 8 ബിറ്റ് ഫോം. തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ 8 ബിറ്റാക്കി എഴുതി കഴിഞ്ഞാൽ ഇതാണ് പോസിറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ പോസിറ്റീവ് നമ്പർ. പോസിറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് 8 ബിറ്റാക്കി എഴുതാം. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ആണെങ്കിൽ ഇഫ് ദ നമ്പർ ഇസ് നെഗറ്റീവ് ദെൻ ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യണം. കൺവേർട്ട് ദ ഗിവൺ നമ്പർ ടു ബൈനറി. കൺവേർട്ട് ദ ഗിവൺ നമ്പർ ടു ബൈനറി. ഈ മെത്തേഡ് നമ്മൾ ചെയ്യണം. ദെൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു 8 ബിറ്റ് ഫോം. അതിനെ 8 ബിറ്റ് ഫോമിലേക്ക് മാറ്റണം. ദെൻ ഫൈൻഡ് ദ കോംപ്ലിമെന്റ് ഓഫ് ദിസ് 8 ബിറ്റ് ഫോം. പിന്നെ ഈ കിട്ടിയിരിക്കുന്ന 8 ബിറ്റിന്റെ കോംപ്ലിമെന്റ് കൂടെ കണ്ടുപിടിക്കണം. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർട്ടിംഗ് ഓൾ സീറോസ് ഇൻടു 1 ആൻഡ് ഓൾ വൺസ് ഇൻടു സീറോസ്. നമ്പറിലുള്ള എല്ലാ സീറോകളെയും 1 ആക്കിയും എല്ലാ 1കളെയും 0 ആക്കി മാറ്റുന്നതിനെയാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. കുറച്ച് സമയം ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്, നിങ്ങൾ സഹകരിക്കണം. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയാണ്. 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. ആർക്കെങ്കിലും നെറ്റ് തീർന്നു പോകുന്ന പ്രശ്നമാണ്. ഇനി നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും നെറ്റ് തീർന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണാം, ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കുറച്ച് പേർക്ക് ഫോണിന്റെ മെമ്മറി തീരുന്നു, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലൈന്റ് വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്.
ആ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ബൈനറിനെ 8 ബിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് നേരിട്ട് എന്താണ് നമ്മുടെ ഒരു പോസിറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ചെയ്താൽ മതി. ബൈനറി ആക്കി 8 ബിറ്റ് ആക്കിയാൽ വൺസ് കോംപ്ലിമെന്റ് ആയി. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്യുക, ബൈനറി ആക്കുക, 8 ബിറ്റ് ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിലെ സീറോസിനെ എല്ലാം വൺസ് ആക്കണം, 1 എല്ലാം 0 ആക്കണം. അതിനാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുക. ഇതാണ് വൺസ് കോംപ്ലിമെന്റിന്റെ തിയറി സെക്ഷൻ. ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യാണ്. +81 -81 ഈ രണ്ട് നമ്പേഴ്സിന്റെയും വൺസ് കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. +81 -81. ആദ്യം നമുക്ക് +81നെ കണ്ടുപിടിക്കാം. അപ്പൊ +81ന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആദ്യം +81നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ +81നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു 20 റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു 10 റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു 5 റിമൈൻഡർ 0. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു 2 റിമൈൻഡർ 1. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ 0. ഇനി ഇതിനെ റിവേഴ്സ് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 0 1 0 0 1 1 0 1 0 0 ഒരു 0 കൂടി ഉണ്ട് അല്ലേ? 0 1 1 0 1 0 0 0 1. യെസ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈനറി ഇക്വാലന്റ്. 81ന്റെ ബൈനറി ഇക്വാലന്റ് എന്ന് പറയുന്നത് 1 0 1 0 0 0 1 ഇതാണ്. അപ്പൊ ഇത് എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക. ഇത് എത്ര ഡിജിറ്റേ ഉള്ളൂ? 7 ഡിജിറ്റേ ഉള്ളൂ. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ തുടക്കത്തിൽ ഒരു 0യും കൂടെ ആഡ് ചെയ്ത് ഇതിനെ 8 ബിറ്റ് ആക്കുന്നു. ഇതിനെ കോളം വരച്ച് എഴുതണം. ഏത് റെപ്രസെന്റേഷൻ ആണെങ്കിലും കോളം വരച്ചാൽ മാത്രമേ വാലിഡ് ആവുള്ളൂ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ സൈൻ ഏതാണെന്ന് മാഗ്നിറ്റ്യൂഡ് ഏതാണെന്ന് അടയാളപ്പെടുത്തണം. വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ സൈനും മാഗ്നിറ്റ്യൂഡും സെപ്പറേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒറ്റയടിക്ക് കോളം വരച്ച് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് +81. അപ്പൊ +81 ആണെങ്കിൽ നമ്മൾ എന്തേ ചെയ്തുള്ളൂ? 81നെ നേരെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ ബൈനറിനെ 8 ബിറ്റ് ആക്കി എഴുതിയതാണ് +81ന്റെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഇനി -81 ആണെങ്കിലോ? -81 ആണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ 81നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് 81നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 0 1 0 0 0 1 കിട്ടി. അതിനെ 8 ബിറ്റ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് 1 0 1 0 1 0 0 0 1 8 ബിറ്റ് ആക്കി എഴുതി. അതിനുശേഷം ഇതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് സീറോസ് ടു വൺസ് ആൻഡ് വൺസ് ടു സീറോസ്. അതായത് 1 ഈ 0 1 ആവും, ഈ 1 0 ആവും, ഈ 0 1 ആവും, 0 1 1 1 0. ഇതാണ് -81ന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറി ആക്കുന്നു. ബൈനറിനെ 8 ബിറ്റ് ആക്കി കോളം വരച്ച് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ പോസിറ്റീവ് നമ്പർ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ ചെയ്യണം? ആ തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറി ആക്കി ബൈനറിനെ 8 ബിറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള 0 എല്ലാം 1 ആക്കണം, 1 എല്ലാം 0 ആക്കണം. ഈ മെത്തേഡ്, ഈ പ്രൊസീജിയറിനാണ് കോംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. 0 1 1 0 ആക്കുന്നതാണ് കോംപ്ലിമെന്റേഷൻ. കോംപ്ലിമെന്റും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ നെഗറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ആവുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഇനി ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറി ആക്കി 8 ബിറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാവുള്ളൂ. കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ബോക്സ് വരയ്ക്കാൻ നേരം 8 ബിറ്റ് ആക്കാൻ നിൽക്കരുത്. ആദ്യം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ബൈനറി ഇക്വാലന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിനെ 8 ബിറ്റ് ആക്കണം. 8 ബിറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ? അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ ആദ്യം 0 ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റ് ആക്കുക. 8 ബിറ്റ് ആക്കിയതിന് ശേഷം കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇതാണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ ബൈനറിനെ 8 ബിറ്റ് ആക്കി മാറ്റുന്നു. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വൺസ് കോംപ്ലിമെന്റ് ആയി. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആ 8 ബിറ്റ് ആക്കിയതിന്റെ കോംപ്ലിമെന്റും കൂടെ കണ്ടുപിടിക്കുക. സീറോസും വൺസും, വൺസ് സീറോസും ആക്കി മാറ്റുക. ഇനി ലാസ്റ്റ് ഇന്റിജർ റെപ്രസെന്റേഷൻ മെത്തേഡ് ആണ് ചൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ചൂസ് കോംപ്ലിമെന്റ്. ഈ ചൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ചൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് വൺസ് കോംപ്ലിമെന്റ് പോലെ തന്നെയാണ്. പക്ഷെ നെഗറ്റീവ് നമ്പറിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചതിന്റെ കൂടത്തിൽ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യണം. +1 എന്ന് പറയുന്ന ഓപ്പറേഷനും കൂടെ പെർഫോം ചെയ്യണം. അതായത് ആദ്യം പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് പോലെ തന്നെയാണ്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ
തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറി ആക്കുന്നു, ബൈനറിനെ 8 ബിറ്റ് ആക്കുന്നു. ആ കിട്ടിയിരിക്കുന്നതാണ് ചൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ആ ബൈനറിനെ 8 ബിറ്റ് ആക്കി എഴുതുന്നതാണ് ചൂസ് കോംപ്ലിമെന്റ്, വൺസ് കോംപ്ലിമെന്റ് തന്നെ. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ബൈനറി ആക്കി 8 ബിറ്റ് ആക്കിയതിനു ശേഷം കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. വൺസ് കോംപ്ലിമെന്റിൽ ചെയ്ത പോലെ തന്നെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം ആ കോംപ്ലിമെന്റിനോട് 1 ആഡ് ചെയ്യണം. +1 എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ചൂസ് കോംപ്ലിമെന്റ് കിട്ടുക. അപ്പൊ നമ്മള് -71നെ നമ്മള് +71നെയും -71നെയും ചൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. +71 -71. ആദ്യം 71നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 71നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 35 റിമൈൻഡർ 1 17 റിമൈൻഡർ 1 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 റിമൈൻഡർ 1 പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ 0 2 റിമൈൻഡർ 0 1 റിമൈൻഡർ 0 1 0 0 0 1 1 1. ഇതാണ് 71ന്റെ ബൈനറി ഇക്വലന്റ് 1 0 0 0 1 1 1. അപ്പൊ പോസിറ്റീവ് 71 ആണെങ്കിൽ ചൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ഇപ്പുറത്ത് ഒരു 0 ആഡ് ചെയ്ത് കോളം വരച്ച് എഴുതി കഴിഞ്ഞാൽ ഇത് ചൂസ് കോംപ്ലിമെന്റ് ആയി. പോസിറ്റീവ് 71 +71 ആണെങ്കിൽ ഇതാണ് ചൂസ് കോംപ്ലിമെന്റ്. വൺസ് കോംപ്ലിമെന്റ് ഇത് തന്നെ, ചൂസ് കോംപ്ലിമെന്റ് ഇത് തന്നെ. ബൈനറി ആക്കി ബൈനറിനെ 8 ബിറ്റ് ആക്കി കോളം വരച്ച് എഴുതിയാണ് വൺസ് കോംപ്ലിമെന്റും ചൂസ് കോംപ്ലിമെന്റ്. ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിലോ? നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് കിട്ടിയത് ഇതാണ് 1 0 0 0 1 1 1. ഇതാണ് നമ്മൾക്ക് കിട്ടിയത്. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ആദ്യം ഇതിനെ 8 ബിറ്റ് ആക്കി എന്നിട്ട് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ആദ്യം കണ്ടുപിടിക്കണം. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 0 1 1 1 0 0 0 0 എല്ലാം 1 ആക്കി 1 എല്ലാം 0 ആക്കി 0 0 0. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വൺസ് കോംപ്ലിമെന്റ്. ഇത് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. ചൂസ് കോംപ്ലിമെന്റ് ആക്കണമെങ്കിൽ +1 എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടെ ചെയ്യണം. +1 ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 1 0 1 1 1 0 0. ഇവിടെ 0 + 1 ചെയ്ത് കഴിയുമ്പോൾ 1. ഈ കിട്ടിയിരിക്കുന്നതാണ്